കോട്ടയത്തെ ഇരട്ട കൊലപാതകം ഞെട്ടിപ്പിച്ചുകൊണ്ട് വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയായ മുൻ ജീവനക്കാരനാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നുള്ള സംശയം ബലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. കോട്ടയത്തെ വ്യവസായി ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാർ, അദ്ദേഹത്തിന്റെ ഭാര്യ മീര എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ശരീരത്തിൽ വെട്ടേറ്റ പാടുകളുണ്ട്. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. അതിനു മുൻപ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഈ പറഞ്ഞ സംശയങ്ങളൊക്കെ ബലപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. അതിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. കോട്ടയത്ത് അന്വേഷണ രൂപത്തിൽ തന്നെ പോവുകയാണ്. ഒരു അന്യദേശ തൊഴിലാളിയാണ് ഇതിനകത്തെ വില്ലനായിട്ട് നിൽക്കുന്നത്. ഇതുവരെ അതിലൊരാളെ ഉള്ളോ ഒന്നിൽ കൂടുതൽ ആളുണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനിലാണ് പുറത്തു അറിയേണ്ടത്. പിന്നെ ഇതിനകത്തുള്ള CCTVയുടെ ചില ഉപകരണങ്ങൾ ഹാർഡ് ഡിസ്ക് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതും വളരെ പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ളൊരു വിദഗ്ധനായ ഒരു കൊലപാതകയാണ് എന്നുള്ളത് വളരെ കൃത്യം ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് ഇത് നഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള CCTVകൾ പരിശോധിച്ചാൽ ഒറ്റയ്ക്കാണോ വരുന്നത്, കൂട്ടായിട്ടാണോ വരുന്നത്, ആരെങ്കിലും സഹായിയുണ്ടോ എന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് ഇൻവെസ്റ്റിഗേഷനിൽ പോലീസ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതല്ല, എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത്, നമ്മുടെ ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും ഈ കാര്യത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കത്തക്ക വിധത്തിൽ നിൽക്കണം. കാരണം ഇത് വളരെ സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. നിഷ്ഠൂരമായി ഈ സംഭവം ഈ നാടിനെ നടുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തിയേ മതിയാവും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട പോലീസ് അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ നാട്ടുകാർക്ക് എന്നുള്ള നിലയിൽ ചെയ്തു കൊടുക്കും. അതേസമയം നമുക്ക് ഇതിൻ്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുണ്ട്. ഇല്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണമാണ് കേട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ആ നിഗമനങ്ങൾ തന്നെയാണ് തിരുവഞ്ചൂരിനും വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള പ്രമുഖരുമായിട്ടുമൊക്കെ നല്ല തരത്തിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു മരിച്ച വിജയകുമാർ എന്നുള്ളതിൽ തർക്കമില്ല. എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ശാന്ത സ്വഭാവി കൂടിയായിരുന്നു. അദ്ദേഹം പ്രവാസിയായിരുന്നു, എയർഫോഴ്സിലുണ്ടായിരുന്നു, അതിനുശേഷം പ്രവാസിയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരികെ വരികയും ഇന്ദ്രപ്രസ്ഥം ഹോട്ടലും ഓഡിറ്റോറിയവും ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളി എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് നേരത്തെ വന്ന സൂചനകളിൽ നിന്ന്? അപർണ, ഒന്നിത് കൊലപാതകം തന്നെയാണ് എന്ന് പരിപൂർണമായും സ്ഥിരീകരിക്കാവുന്ന സാഹചര്യം. ഒരാൾ മാത്രമാണോ ഈ കൃത്യം നിർവഹിച്ചത് എന്ന് മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും ഈ ക്രൈം സീൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ മുൻപ് ഈ തട്ടിപ്പ് നടത്തിയ, അതായത് വളരെ ഗുരുതരമായ തട്ടിപ്പാണ്. വിജയകുമാറിന്റെ അക്കൗണ്ടിൽ നിന്നും ഈ അമിത് ഒറാങ് എന്ന ആളാണ്. അയാൾ ആസാം സ്വദേശിയാണ്. ഇയാളാണ് ഈ തട്ടിപ്പ് നടത്തിയത്. പണം ഓൺലൈനായി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇതിനെതിരെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതികാരം എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് ഇതിനെ പ്രാഥമികമായി കാണുന്നത്. എന്തായാലും ഇയാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇയാൾ തന്നെയാണോ ഈ കൃത്യം നിർവഹിച്ചത്, അക്കാര്യം വ്യക്തമല്ല. അതിനുവേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം, കോട്ടയത്തെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. SP-യും DYSP-യും വിവിധ CI-മാരും എല്ലാം പലതരത്തിലുള്ള പരിശോധനയാണ്. ഏതാണ്ട് ഒരു അന്വേഷണ സംഘം പൂർണ്ണമായും രൂപീകരിച്ചിട്ടില്ലെങ്കിൽ പോലും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ഈ ഒരു CCTVകൾ പരിശോധിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചൂണ്ടിക്കാണിച്ച ഒരു ഗുരുതരമായ കാര്യം, ഈ വീടിനുള്ളിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
ആ ഹാർഡ് ഡിസ്ക് നിന്നുള്ള വിവരങ്ങൾ എന്തായാലും നിലവിൽ ലഭ്യമല്ല. അത് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതായത് പ്രതി വളരെ കൃത്യമായി ബുദ്ധിപൂർവ്വം നടത്തിയൊരു ആസൂത്രിതമായ നീക്കമാണ് ഇത് തന്നെ വേണം കരുതാൻ. പെട്ടെന്നൊരു പ്രകോപനത്തിൽ വന്നങ്ങ് കൊലപ്പെടുത്തി പോവുകയല്ല, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമവും ഫലത്തിൽ നടത്തിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതെല്ലായിടത്തും CCTV-കളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് CCTV-കൾ ഇവിടേക്ക് എത്തുന്ന ഈ വഴിയിലൊക്കെ CCTV-കൾ ഉണ്ട്. ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും MLA അദ്ദേഹം മടങ്ങുകയാണ്. അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിച്ച ശേഷം പ്രാഥമികമായി പോലീസാണ് ഇനി തുടർ നടപടി സ്വീകരിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുന്നു. എന്തായാലും SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം വീടിനുള്ളിലുണ്ട്. അദ്ദേഹം പരിശോധന നടത്തുന്നു. വൈകാതെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് വിവരങ്ങളൊക്കെ തന്നെയും ലഭ്യമാകേണ്ടതുണ്ട്. വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. അതായത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുക. അതായത് ഒന്നരപ്പ് ഈ ഒരു കൊലപാതകത്തിൽ ഒരാൾ മാത്രമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. നമ്മൾ ഈ കാണുന്നത് പോലെ വലിയൊരു വീടാണ്, വലിയ ചുറ്റ് മതിലും മറ്റും ഉണ്ട്, വലിയ കോമ്പൗണ്ട് ഉണ്ട്. നേരത്തെ തന്നെ പല സംശയങ്ങളും ഈ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് ഏതാണ്ട് 7-8 വർഷം മുൻപാണ് ഈ സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്ഷെ അതൊരു കൊലപാതകം എന്ന നിലയിലുള്ള സൂചനകളൊക്കെ വന്നിരുന്നെങ്കിൽ പോലും പക്ഷേ കാര്യമായി പിന്നീടൊരു അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ ഈ കുടുംബവും തയ്യാറായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഈ യുവാവിന്റെ ശരീരത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൊല നടത്തിയ ശേഷം ട്രാക്കിൽ മൃതദേഹം ഉപേക്ഷിച്ചതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇവിടേക്കുള്ളവരുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിവരം അതുതന്നെയാണ്. ഒരു കാര്യം പക്ഷേ അതിൽ കുടുംബത്തിന് വലിയ താല്പര്യം കൂടുതലായി ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി വരുന്നത് മകളാണ്. മകൾ അമേരിക്കയിലാണ് ഉള്ളത്. അമേരിക്കയിൽ നിന്നുള്ള മകളൊക്കെ എത്തിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ എന്തായാലും ഉണ്ടാകുക. നിലവിൽ എന്തായാലും വലിയ രീതിയിൽ നാട്ടുകാരെല്ലാം ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്താണ് ഈ സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ ഇതൊരു പ്രധാന റോഡിന്റെ വഴിയാണ്. ഈ റോഡിന്റെ തിരുവാതുക്കൽ നിന്ന് കോട്ടയത്തേക്കുള്ള വഴിയാണ്. ആ വഴിയുടെ വശത്താണ് ഈ വീട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവഴി വാഹനത്തിൽ പോകുന്നവരൊക്കെയും സമീപവാസികൾ അല്ലാത്തവരും ഒക്കെ പോലും ഇവിടെ വന്ന് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാനുള്ള വലിയ അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് സംഘം ഉള്ളത്. ശ്രീജിത്ത്, ഇവരുടെ മകൾ നാളെയാണോ എത്തുന്നത്? ഈ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന സംശയങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ മകൾ എത്തുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിക്കുമോ, അതോ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അസം സ്വദേശി തന്നെ കേന്ദ്രീകരിച്ചാണ് മുഴുവൻ അന്വേഷണങ്ങളും, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇപ്പോൾ അങ്ങനെയാണ്. പ്രാഥമികമായുള്ള സൂചനകളും പോലീസിനെ സംബന്ധിച്ച് സ്വാഭാവികമായും വളരെ വേഗത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള പരിശോധന ഇപ്പോൾ പോലീസ് നടത്തി വരുന്നു. കാരണം അങ്ങനെ ഒരു റിവെഞ്ചിന്, ഒരു പ്രതികാരത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു പരിശോധനയാണ് പോലീസ് ഇപ്പോൾ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അമിത് ഒറാങ് എന്നയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അയാളാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് അന്തിമമായി സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇയാളുടെ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോലീസ് ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരാളുടെ മുകളിലേക്ക് കൃത്യം അല്ലെങ്കിൽ കുറ്റം ഏൽപ്പിച്ച് മടങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. അത്രയും പ്രധാനപ്പെട്ട പ്രമാദമായൊരു കൊലപാതകം എന്ന നിലയിലാണ് ഇത് ഒരു പക്ഷേ പൊതു സമൂഹമാകെ